ഫ്രണ്ട്സ്, PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ LGSൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു പലർക്കും അല്ലേ. മാർക്ക് ഉണ്ടായിട്ടും പലർക്കും മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രൊവിഷണൽ കീ വെച്ചാണോ ആദ്യം നിങ്ങൾ നോക്കിയത്, അതോ ഫൈനൽ കീ വെച്ചിട്ടാണോ നോക്കിയത്? നിങ്ങൾ ഫൈനൽ കീ വെച്ചാണ് നോക്കിയതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്തിട്ടുണ്ടാകും. OMRലാണെങ്കിൽ ബബിൾ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിലും നമ്മൾ കൂട്ടിവെച്ച മാർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ പലർക്കും മാർക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാത്തവരും ഉണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്നാണ്. അതിനുശേഷം ഫൈനൽ കീ വരുമ്പോൾ എത്ര എണ്ണം നമ്മൾ എഴുതി, ഡിലീറ്റ് എത്ര എണ്ണം പോയി എന്നും. എക്സാമ്പിളായിട്ട് PSC ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ ആ 5 എണ്ണം എഴുതിയെങ്കിൽ അതിന് മാർക്ക് ലഭിക്കില്ല. പിന്നെ നമ്മൾ എഴുതിയത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 1.33 മാർക്കാണ് നഷ്ടമാകുന്നത്. അത് ചിലപ്പോൾ എങ്ങനെയാണെന്ന് പലർക്കും ഡൗട്ട് കാണും അല്ലേ. അപ്പോൾ ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു മാർക്കും പോകും. പിന്നെ നമ്മൾ ചെയ്ത ആൻസർ തെറ്റിയാണ് പോകുന്നത് അവിടെ. അപ്പോൾ തെറ്റിന് 0.33 മാർക്ക് നഷ്ടമാകും. മനസ്സിലായോ? നമ്മൾ ചെയ്തതിന് ഒരു മാർക്കും പോകും. അത് കറക്റ്റ് ആൻസർ ആയിരിക്കും. PSCയുടെ ആൻസർ അത് തെറ്റായിട്ടെന്ന് പറയുമ്പോൾ ഒരു മാർക്ക് പോകുകയും ചെയ്യും. തെറ്റിയതിന് 0.33 മാർക്കും പോകും. അങ്ങനെ 1.33 മാർക്കാണ് നഷ്ടമാകുന്നത്. പലരും അത് എൻ്റെ ഒരു മാർക്ക് മറ്റേതിൽ പോയി, ഒരു മാർക്ക് ഇതിൽ കിട്ടി, ഇങ്ങനെ ഞാൻ കണക്കാക്കുക. പക്ഷേ നമുക്ക് 1.33 മാർക്കാണ് നഷ്ടമാകുന്നതെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 5 ഡിലീറ്റ് വരുന്നില്ലേ, എഴുതിയവർക്ക് ആ 5 മാർക്കും നഷ്ടമാകും. ചിലർക്ക് അത് എഴുതിയത് റോങ് ആൻസർ ആയിരിക്കും. അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 0.33 മാർക്ക് വെച്ചിട്ട് എത്ര എണ്ണം അറ്റൻഡ് ചെയ്തോ അത്രയെണ്ണത്തിന് 0.33 മാർക്കായിട്ട് കിട്ടും. ചിലപ്പോൾ ഈ 5 എണ്ണവും അവർ എഴുതിയത് തെറ്റായിരിക്കാം. അപ്പം 0.33 മാർക്ക് വെച്ചിട്ട് എത്ര മാർക്ക് കിട്ടും അവർക്ക്? എത്ര മാർക്ക് കിട്ടും? 1.66 മാർക്കാണ് കിട്ടുന്നത്. അപ്പം എഴുതിയ ആളുടെ മാർക്ക് 5 എണ്ണം പോകുകയും ചെയ്യും. തെറ്റായ ആൾക്ക്, ഈ 5 തെറ്റ് എഴുതിയ ആൾക്ക് 1.66 മാർക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്ര തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്ര മാർക്ക് ഡിഫറൻറ്റ് വരും അല്ലേ. എഴുതിയവർക്കാണെങ്കിൽ 5 മാർക്ക് പോകുകയും ചെയ്യും. എഴുതാത്ത തെറ്റിയ ആൾക്ക് 1.66 മാർക്ക് കൂടിയും വരും. അപ്പോൾ PSC എന്ന് പറയുന്നത് എത്ര പഠിച്ചിട്ടും കാര്യമില്ല, കുറച്ച് ഭാഗ്യം കൂടി വേണം അല്ലേ. പിന്നെ ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾ കറക്റ്റ് ഇത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് നോക്കണം കേട്ടോ. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ടോട്ടലി പലർക്കും ചോദിക്കുകയാണ് നമ്മൾ എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ 100 മാർക്കിന് എക്സാം ചെയ്താൽ അവിടെ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്നുള്ളത് നോക്കി വെക്കണം. അതുപോലെ നമുക്ക് PSCയുടെ ഡിലീഷൻ എത്ര എണ്ണം വരുന്നുണ്ട് നോക്കണം. അതുപോലെ ചേഞ്ച് ചെയ്താലും 1.33 മാർക്കാണ് നഷ്ടമാകുന്നത് എന്നറിയണം. ഇതെല്ലാം കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളവർ പേടിക്കൊന്നും വേണ്ട. 2ാം പ്രാവശ്യം മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജല്ല, PSC ഓഫീസിൽ നിന്ന് ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കാനില്ല. പിന്നെ സർട്ടിഫിക്കറ്റുകൾ പലരും കിട്ടിയിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണെന്ന് PSC ഓഫീസിലൊന്ന് പോയി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ അവർ പറയണ NCL ആണെങ്കിലോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ജനറൽ ആയിട്ടായിരിക്കും നമ്മളെ കാൽക്കുലേഷൻ ചെയ്യുന്നത് അവർ. അപ്പം ജനറൽ പറയുമ്പം എത്ര മാർക്ക്, ഇപ്പോൾ ഒരാൾക്ക് OCയിൽ ലാസ്റ്റ് മാർക്ക് ഇപ്പോൾ 70 മാർക്കാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ചിലപ്പോൾ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സപ്ലിക്ക് വേണ്ടി മെസ്സേജ് വരുന്നത്. ചിലപ്പോൾ EWS സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോരോ സർട്ടിഫിക്കറ്റുകളും അത്രയും വാല്യൂ ഉള്ളതാണ്. ഇനിയിപ്പം അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ളൊരു PSC ഓഫീസിൽ പോയി അന്വേഷിക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്